പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഒക്ടോബർ 4 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. സൗത്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ഇനി മുതൽ ഏത് രാജ്യത്തിനാണ്? 2024 വേൾഡ് ഗ്രീൻ എക്കണോമിക് ഫോറം ഇത് ആദ്യത്വം വഹിച്ച രാജ്യം. ധർത്തി അബ് ട്രൈബൽ വില്ലേജ് ഡെവലപ്മെന്റ് ക്യാമ്പയിൻ ഇത് ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഏത് സംസ്ഥാനത്താണ്? ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് മോഹൻ രാജ് എന്ന കിരിക്കടൻ ജോസ് അന്തരിച്ച കാര്യം. ഇന്നലെയായിരുന്നു അദ്ദേഹം 72ാമത്തെ വയസ്സിൽ അന്തരിച്ചത്. 1988 അദ്ദേഹം മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തിയതും. 89 കിരീടം എന്ന ചിത്രം അദ്ദേഹത്തെ വളരെയധികം പ്രശസ്തനാക്കിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഇന്നും കിരിക്കടൻ ജോസ് എന്നത് ഏത് വ്യക്തിക്കും അറിയാവുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് മോഹൻ രാജ്. ഇന്നലെയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ അന്തരിച്ചത്. ഇന്ന് ഒക്ടോബർ 4. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. പ്രധാനമന്ത്രി ഇ ഡ്രൈവ് സ്കീം ആരംഭിച്ച മന്ത്രാലയം ഏത്? ഖനവ്യവസായ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രി ആണ് പ്രൈം മിനിസ്റ്റർ ഇ ഡ്രൈവ് എന്ന സ്കീം ആരംഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2024 ഒക്ടോബർ 1 മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് പ്രൈം മിനിസ്റ്റർ ഇ ഡ്രൈവ് എന്ന ഒരു സ്കീം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇത് ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ അതിൻ്റെ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം വരുന്നത്. ഇനിയിപ്പോൾ ക്ലീൻ എനർജി അല്ലെങ്കിൽ ഗ്രീൻ എനർജി എന്ന രീതിയിലേക്ക് പോകുന്ന സർക്കാർ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് ഇ ഡ്രൈവ് എന്ന ഈ ഒരു സ്കീമിലേക്ക്. കഴിഞ്ഞ ഒക്ടോബർ, അതായത് 2 ദിവസം മുമ്പാണ് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് പ്രൈം മിനിസ്റ്റർ ഇ ഡ്രൈവ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മാസം, അതായത് 2024 സെപ്റ്റംബർ 11 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുള്ള യൂണിയൻ ക്യാബിനറ്റ് പ്രൈം മിനിസ്റ്റർ ഇ ഡ്രൈവ്, അതായത് പ്രൈം മിനിസ്റ്റർ ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്ന പ്രൈം മിനിസ്റ്റർ ഇ ഡ്രൈവ് എന്ന ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി അപ്രൂവൽ നൽകിയിട്ടുള്ളത്. സെപ്റ്റംബർ 11 അപ്രൂവൽ നൽകി. ഒക്ടോബർ 1 മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് PME ഡ്രൈവ് സ്കീം ഇത് ലോഞ്ച് ചെയ്തു. അടുത്തൊരു 2 വർഷം കൊണ്ട് 10,900 കോടി രൂപയാണ് ഈ ഒരു സ്കീമിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. 2024 ഒക്ടോബർ 2 പ്രധാനമന്ത്രി മോദി ധർത്തി അബ് ട്രൈബൽ വില്ലേജ് ഡെവലപ്മെന്റ് ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. 2024 ഒക്ടോബർ 2 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ജാർഖണ്ഡിൽ ധർത്തി അബ് ട്രൈബൽ വില്ലേജ് ഡെവലപ്മെന്റ് ക്യാമ്പയിൻ എന്നൊരു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ധർത്തി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഭൂമി എന്നാണ്. ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ വിവിധ പ്രോജക്ട്സ് ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 550 ഡിസ്ട്രിക്റ്റിലായിട്ട് 63,000 ട്രൈബൽ വില്ലേജസിലേക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്കീം ആണ് ധർത്തി അബ് ജൻജാതീയ ഗ്രാം ഉത്കർഷ അഭിയാൻ എന്ന ഈ ഒരു പുതിയൊരു സ്കീം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 80,000 കോടി രൂപ ചിലവ് വരുന്ന ഒന്നാണ്. അതായത് 550 ഡിസ്ട്രിക്റ്റിൽ 63,000-ഓളം ട്രൈബൽ വില്ലേജസ് അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 5 കോടിയോളം ട്രൈബൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് ഈ പുതിയൊരു ക്യാമ്പയിൻ. 80,000 കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് 550 ഡിസ്ട്രിക്റ്റിലായിട്ട്. ഗ്ലോബൽ എലൈറ്റ് കാർഡിലൂടെ വൈവിധ്യമുള്ള വിദേശ പ്രൊഫഷണലുകൾക്ക് തായ്വാൻ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? പെർമനന്റ് റെസിഡൻസി. തായ്വാന്റെ ഗ്ലോബൽ എലൈറ്റ് കാർഡ് എന്ന രീതിയിൽ തായ്വാൻ ഒരു പുതിയ കാർഡ് പുറത്തിറക്കി. ഇതിന്റെ ലക്ഷ്യം പെർമനന്റ് റെസിഡൻസി എന്നതാണ്, അതായത് സ്ഥിരതാമസം. ഇന്നിപ്പോൾ തായ്വാൻ എന്ന രാജ്യത്ത് ലേബർ ഷോർട്ടേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നികത്തുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് പെർമനന്റ് റെസിഡൻസി എന്ന രീതിയിൽ ഗ്ലോബൽ എലൈറ്റ് കാർഡ് പുറത്തിറക്കിയിട്ടുള്ളത്. തായ്വാന്റെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രഖ്യാപിച്ചത്, അതായത് 2028 ആകുമ്പോഴേക്കും 3.5 ലക്ഷം പ്രൊഫഷണൽസിന് കുറവ് ഉണ്ടാകുമെന്നാണ്. അതായത് തായ്വാനിലേക്ക് പ്രൊഫഷണൽസിന് ഇത് നല്ലൊരു ചാൻസ് ആണുള്ളത്. ഏതാണ്ട് 2 ലക്ഷം പേരാണ് ഈ ഒരു ഗ്ലോബൽ എലൈറ്റ് കാർഡിലൂടെ തായ്വാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പുതിയ കാർഡ് അനുസരിച്ച് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ തായ്വാൻ വരുന്നവർക്ക് പെർമനന്റ് റെസിഡൻസി നൽകുന്ന രീതിയിലുള്ള ഒന്നാണ് ഈ തരത്തിലുള്ള കാർഡ്. ഇതിനു മുമ്പ് ഗോൾഡ് കാർഡ് ഉണ്ടായിരുന്നു. ആ ഒരു കാർഡ് അനുസരിച്ച് 3 വർഷമെങ്കിലും
കാത്തിരുന്നാൽ മാത്രമേ പെർമനന്റ് റെസിഡൻസ് ലഭിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്ലോബൽ എലൈറ്റ് കാർഡ്. ഇത് പെർമനന്റ് റെസിഡൻസി 1 വർഷം പോലും പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല. ഇത് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ഒന്നാണ്. 2024 ഒക്ടോബർ 2 വേൾഡ് ഗ്രീൻ എക്കണോമിക് ഫോറം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ദുബായ്. 2024 ഒക്ടോബർ 2 വേൾഡ് ഗ്രീൻ എക്കണോമിക് ഫോറം ഇത് ദുബായിൽ നടന്നു. ഒക്ടോബർ 2 ഒക്ടോബർ 3 എന്നീ 2 ദിവസങ്ങളിലായിട്ടാണ് വേൾഡ് ഗ്രീൻ എക്കണോമിക് ഫോറം നടന്നിട്ടുള്ളത്. ഈ ഒരു സമിറ്റ് അല്ലെങ്കിൽ ഈ കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ദുബായ് സുപ്രീം കൗൺസിൽ ഓഫ് എനർജി, ദുബായ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അതോറിറ്റി ദേവ, വേൾഡ് ഗ്രീൻ എക്കണോമിക് ഓർഗനൈസേഷൻ എന്നീ 3 സംഘടനകളാണ്. ഈ പ്രാവശ്യത്തെ തീം ആണ് എംപവറിംഗ് ഗ്ലോബൽ ആക്ഷൻ, അൺലോക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അഡ്വാൻസിംഗ് പ്രോഗ്രസ് എന്നത്. എംപവറിംഗ് ഗ്ലോബൽ ആക്ഷൻ, അൺലോക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അഡ്വാൻസിംഗ് പ്രോഗ്രസ്. 10ാമത്തെ വേൾഡ് ഗ്രീൻ എക്കണോമിക് സമിറ്റ് ആണ് ഈ പ്രാവശ്യം ദുബായിൽ നടന്നിട്ടുള്ളത്. ഒക്ടോബർ 2 ഒക്ടോബർ 3 ദുബായ് സുപ്രീം കൗൺസിൽ ഓഫ് എനർജിയുടെ ചെയർമാൻ ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന വേളയിൽ UAE വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഒപ്പം തന്നെ ദുബായിയുടെ റൂളർ ആയിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തം പങ്കെടുത്തിരുന്നു. വേൾഡ് ഗ്രീൻ എക്കണോമിക് ഫോറം ദുബായിലായിരുന്നു. ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ഏത് രാജ്യത്തിനും വിട്ടുകൊടുക്കുന്നതിനായി യുണൈറ്റഡ് കിങ്ഡം പ്രഖ്യാപിച്ചു? മൗറീഷ്യസ്. ചാഗോസ് ദ്വീപ് ഇത് സൗത്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ കിഴക്ക് ഭാഗത്ത് വരുന്ന ഒരു ദ്വീപാണിത്. ചാഗോസ് ദ്വീപ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ UK മൗറീഷ്യസിന് കൈമാറി. ചാഗോസ് ദ്വീപിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡീഗോ ഗാർസിയ. ഡീഗോ ഗാർസിയ ഒരു മിലിറ്ററി ബേസ് ആണ്. US അധീനതയിലുള്ള ഒരു മിലിറ്ററി ബേസ് ആണ് ഡീഗോ ഗാർസിയ. ചാഗോസ് ദ്വീപിൽ വരുന്ന ഒന്നാണ് ഡീഗോ ഗാർസിയ. ഇത് US ഒരു മിലിറ്ററി ബേസ് ആണിത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് UK ഭാഗമായിരുന്ന ചാഗോസ് ദ്വീപ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മൗറീഷ്യസിന് കൈമാറിയിട്ടുള്ളത്. അടുത്ത 99 വർഷത്തേക്കാണ് ഈ ഒരു എഗ്രിമെന്റ്. ജപ്പാനിലെ നിഗറ്റയിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂർ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യക്കായി പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? ഗുൽവീർ സിംഗ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സിലെ വാർത്തയാണ്, അതായത് ഇന്ത്യയുടെ ഗുൽവീർ സിംഗ് 5000 മീറ്ററിന്റെ നാഷണൽ റെക്കോർഡ് തകർത്ത കാര്യം. 13 മിനിറ്റും 11.82 സെക്കൻഡ് കൊണ്ടാണ് ഗുൽവീർ സിംഗ് തന്റെ സ്വന്തം റെക്കോർഡ് ആയിട്ടുള്ള 5000 മീറ്ററിന്റെ റെക്കോർഡ് അദ്ദേഹം തകർത്തിട്ടുള്ളത്. ഇത് ജപ്പാനിലെ നിഗട്ടയിൽ നടന്നിട്ടുള്ള വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിൽ വെച്ചാണ്. അപ്പോൾ ഗുൽവീർ സിംഗ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് 5000 മീറ്റർ ലോങ് റൺ റേസിലാണ്. ഇന്നലെ ഒക്ടോബർ 3 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ICC വനിതാ T20 ലോകകപ്പിന്റെ 9ാം പതിപ്പിനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആരാണ്? സ്മൃതി മന്ദാന. ഇന്ത്യൻ വിമൻസ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആണ് സ്മൃതി മന്ദാന. താനിയ ഭാട്ടിയ ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പറും. ഇന്ന് വേൾഡ് കപ്പിലെ ആദ്യത്തെ മാച്ച് ആണ് ഇന്ത്യക്ക്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള മാച്ച് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. പ്രധാനമന്ത്രി ഡ്രൈവ് സ്കീം ആരംഭിച്ച മന്ത്രാലയം ഏത്? മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രി, ഖനവ്യവസായ മന്ത്രാലയം. 2024 ഒക്ടോബർ 2 പ്രധാനമന്ത്രി മോദി ധർത്തി അബ് ട്രൈബൽ വില്ലേജ് ഡെവലപ്മെന്റ് ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ഗ്ലോബൽ എലൈറ്റ് കാർഡിലൂടെ വൈവിധ്യമുള്ള വിദേശ പ്രൊഫഷണലുകൾക്ക് തായ്വാൻ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? സ്ഥിരതാമസം. 2024 ഒക്ടോബർ 2 വേൾഡ് ഗ്രീൻ എക്കണോമിക് ഫോറം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ദുബായ്. ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ഏത് രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നതിനായി യുണൈറ്റഡ് കിങ്ഡം പ്രഖ്യാപിച്ചു? മൗറീഷ്യസ്. ജപ്പാനിലെ നിഗറ്റയിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂർ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യക്കായി പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? ഗുൽവീർ സിംഗ്. ഇന്ന് ഒക്ടോബർ 4 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, സ്വച്ഛ് ഭാരത് മിഷൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെങ്കിൽ ക്ലീൻ ഇന്ത്യ മിഷൻ 2 ഒക്ടോബർ 2024 എത്ര വർഷം പൂർത്തിയാക്കി? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം.
ജഡീസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമ്മളെന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ നോളജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. സമയം കണ്ടെത്തൂ, അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.